ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ കാണുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുടെ തലയിൽ തേങ്ങ വീഴട്ടെ. അപ്പോൾ തുടക്കം തന്നെ നമുക്കൊരു ദുരന്ത തുടക്കത്തിലങ്ങ് തുടങ്ങാം. കാര്യം ഒരു ദുരന്ത കഥയാണ് ഈ കേക്ക്. സംഭവം കേക്ക് ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു, പക്ഷേ കേക്കിൻ്റെ ഒരു ഡിസൈൻ, അതാണ് അതിൻ്റെ കഥ. അപ്പോൾ കേക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട, വെനില എസൻസ്, പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതേപോലെ ഫ്ലഫി ആയി വരുന്ന സമയത്ത് നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, 1 ടീസ്പൂൺ. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ 2 പാർട്ടായിട്ട് ആഡ് ചെയ്യാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്ററിലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അന്ന് കാണിച്ചില്ല. അതേപോലെ ഉണ്ടാക്കിയാലും സംഭവം സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 കപ്പ് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ പാലും കൂടി വേണം നമുക്ക്. അപ്പോൾ പാലും കൂടി നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടും. ഒരുപാട് ലൂസാവരുത്, ബേക്ക് ചെയ്തെടുക്കാൻ സമയമെടുക്കും, ഉള്ളു വേവാതെ വരും. ഒരുപാട് കട്ടിയാവരുത്, കേക്കിന് കട്ടിയായിപ്പോൾ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയ കേക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിതൊക്കെ ഈ അടുത്താണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ കേക്കൊക്കെ നമുക്കിത് അടിപൊളിയായിട്ട് കിട്ടി. ഞാൻ 2 ടയർ കേക്കാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ കണ്ടില്ല ആദ്യമേ, അതാണ് സംഭവം. അപ്പോൾ കേക്ക് ഉണ്ടാക്കി വെറുതെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ബാക്കി കേക്ക് ഉണ്ടാക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കുന്നത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നമുക്കിത് സംഭവത്തിലേക്ക് കടക്കാം. അപ്പോൾ കേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്യുന്ന കേക്ക് നമ്മളിത് ഇതേപോലെ വൈറ്റ് ഫോറസ്റ്റ് ആ ഒരു തീമാണ് നമ്മൾ ഉദ്ദേശിച്ചത് മനസ്സിൽ. അപ്പോൾ കണ്ടൻറ്റ് മിൽക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം വീണ്ടും കട്ട പിടിച്ചിരിക്കണത്. അത് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും വെക്കണമായിരുന്നു. അപ്പോൾ അത് വെക്കാത്തതിൻ്റെയാണ് കാണുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സിറപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് നല്ല പെർഫെക്റ്റ് ആണെന്നുള്ളതിൻ്റെ മെയിൻ അടയാളമാണ് ഞാൻ ആ സിറപ്പ് ഒഴിക്കുമ്പോൾ തന്നെ അത് വേഗം അബ്സോർവ് ആയി പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ക്രീം തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ലെയർ വയ്ക്കുക. വീണ്ടും പ്രോസസ്സിങ് ഓൺ. നമ്മൾ ഇതുവരെ ഒരുവിധം നമുക്ക് 2 ടയർ കേക്കൊക്കെ നമ്മൾ വെച്ചു, സെറ്റ് ചെയ്തു. അതുവരെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടോട്ടലി അന്ന് ഭയങ്കര ഫ്രിഡ്ജിന് കൂട് കുറവായിരുന്നു. കറണ്ട് പോയി വന്ന് നിൽക്കണ കാരണം എൻ്റെ ക്രീം ഒന്ന് ലൂസായി. ക്രീം ലൂസായതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ ഡിസൈൻ ചെയ്തിട്ടൊന്നും ശരിയാവുന്നുണ്ടായില്ല. പിന്നെ എന്തൊക്കെയോ കാണിച്ച് നേരത്തെ കണ്ടില്ലേ, അതേപോലെ അങ്ങ് സെറ്റ് ചെയ്തെടുത്ത്. പിന്നെ എൻ്റെ മോളുടെ ഒരു ആഗ്രഹമായിരുന്നു 2 ടയർ കേക്ക്. കഴിഞ്ഞ ബർത്ത്ഡേക്കും ആളെന്നോട് പറഞ്ഞിരുന്നു 2 ടയർ കേക്ക് വേണം എന്ന്. അപ്പം ഞാൻ ഇത്തവണ എന്തായാലും അതിൽ ഉറച്ചു നിന്നു. നമ്മളിങ്ങനെയൊക്കെയല്ലേ അങ്ങ് പഠിക്കുന്നത് അല്ലേ. അപ്പം നമ്മളിത് അടുത്ത പരിപാടിയിലേക്ക് കടന്നിട്ടോ. സാധാരണ ചിലവർ ഇതിൻ്റെ താഴെ ഒരു ബോർഡൊക്കെ വെക്കാറുണ്ട്. ഞാൻ ബോർഡൊന്നും വെച്ചില്ല, കേക്കിൻ്റെ മുകളിലേക്ക് തന്നെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റ് കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ ആ ലാസ്റ്റ് പീസ് കേക്ക് വച്ചില്ല കേട്ടോ, അത് ആവശ്യം വന്നില്ല നമുക്ക്. അപ്പോൾ അത് കാരണം അത് വച്ചില്ല. അത് കഴിഞ്ഞ് സിറപ്പ് മൊത്തം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 കേക്കും കൂടി ഒന്ന് സെറ്റാക്കി നമുക്ക് ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി എടുക്കുന്ന സമയത്ത് മുകളിലത്തെ കേക്ക് ചാടിപ്പോരരുതല്ലോ. അപ്പോൾ നമ്മളിത് ആ ഒരു പിക്കൊക്കെ വെച്ച് നല്ല രീതിയിൽ സ്റ്റിക്കൊക്കെ കൊടുത്ത് സംഭവം സെറ്റാക്കി എടുത്തു. ക്രം കോട്ടിങ് വരെയും നല്ല ഹാപ്പി ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തു, നല്ല ഓക്കെ ആയിരുന്നു. പക്ഷേ ക്രം കോട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഡിസൈൻ കൊടുക്കാൻ നേരത്താണ് നമുക്ക് പണി വാളിയത്. കേക്ക് മൊത്തത്തിൽ കേക്കിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷേ ക്രീം മൊത്തത്തിലൊന്ന് ലൂസായി പോയത്. ഇവിടെ വരെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ക്രീമൊക്കെ നമ്മൾ വെച്ച് ആ ഒരു ഡിസൈനിലേക്ക് കടന്നപ്പോഴാണ് ഇത് ഇതേപോലെയൊക്കെ ആയത്. പിന്നെ ഞാൻ വിചാരിച്ചു 5 വയസ്സുള്ള കൊച്ചിനില്ലേ, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം ഒരു കേക്ക് ഒപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലാണ് നമ്മൾ അറിയുള്ളൂ ഏത് രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളത്. നമ്മൾ കമൻറ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ അതേപോലെ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിത് ഫൈനൽ ലുക്കിലേക്ക് കടന്നു. സംഭവം ഞാൻ ഈ കളറിൽ ഈ ബീഡ്സൊക്കെ മേടിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വൈറ്റ് തേമിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാനത് കൈവിട്ടില്ല. ഞാൻ എന്നാലും വാങ്ങിയതല്ലേന്ന് ഓർത്ത് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരിക്കോരിയാൻ കിട്ടും. പക്ഷേ സംഭവം കൊള്ളാട്ടോ. ഞാൻ വിചാരിച്ചത് ഭയങ്കര കട്ടിയുള്ള സംഭവമാണെന്നാണ്, പക്ഷേ ബീഡ്സ് സംഭവം പൊളിയായിരുന്നു. ഞാൻ ഈ സാധനമൊക്കെ വാങ്ങിയത് മാമംഗലത്തിൽ നിന്നൊരു ഷോപ്പിൽ നിന്നായിരുന്നു. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നത് കേക്കിൻ്റെ കഥ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേക്ക്. നിങ്ങളത് നേരത്തെ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്തിട്ട് പോവാൻ മറക്കരുത്. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ വരും. അതുവരേക്കും